ഹായ് എവ്രി വൺ. C308 ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ് 1 എന്ന പേപ്പറിലെ മൊഡ്യൂൾ 2 നിന്നുള്ള പുതിയൊരു ടോപ്പിക്കാണെന്ന് ഡിസ്കസ് ചെയ്യുന്നത് സെറ്റ് ബാക്ക് ഡിസ്റ്റൻസ്. എന്താണ് സെറ്റ് ബാക്ക് ഡിസ്റ്റൻസ് എന്ന് നോക്കാം. ദ ഡിസൈൻ ഓഫ് ഹൊറിസോണ്ടൽ അലൈൻമെൻറ്റ് സൈറ്റ് ഡിസ്റ്റൻസ് അലോങ് ദ ഇന്നർ സൈഡ് ഓഫ് ഹൊറിസോണ്ടൽ കർവ് ഷുഡ് ബി കൺസിഡേർഡ് where the site distance is limited due to the presence of obstruction to vision like building cut slopes or trees on the inner side of curves. ഓക്കെ, ഇത് പറയുന്നത് എന്താണ്? നമ്മളൊരു ഹൊറിസോണ്ടൽ അലൈൻമെൻറ്റ് ഡിസൈൻ ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അതായത് ഒരു റോഡ് ഡിസൈൻ ചെയ്യുന്നു. അപ്പോൾ നമുക്കവിടെ എന്തായാലും ഒരു ഹൊറിസോണ്ടൽ കർവ് വരും. എല്ലാ റോഡിലും വരത്തില്ല, നമുക്കൊരു ഹൊറിസോണ്ടൽ കർവ് വരുന്ന കണ്ടീഷൻ വന്നു. അങ്ങനെ വന്നാൽ ഇപ്പോൾ നമുക്കൊരു ജസ്റ്റ് ഒരു ഫിഗർ വരച്ച് നോക്കാം. ഇങ്ങനെയാണ് നമ്മുടെ ഹൊറിസോണ്ടൽ കർവ് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഹൊറിസോണ്ടൽ കർവിൻ്റെ ഇന്നർ സൈഡ് എന്ന് പറയുന്നത് ഏതാണ്? ഇതിന് അകത്തോട്ട് വരുന്ന ഭാഗമാണ് ഹൊറിസോണ്ടൽ കർവിൻ്റെ ഇന്നർ സൈഡ് എന്ന് പറയുന്നത്, അതായത് ഇങ്ങോട്ടുള്ള പോർഷൻ. ഈ ഭാഗത്ത് ഒബ്സ്ട്രക്ഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അതായത് ട്രീസ്, ഇവിടെ ഇങ്ങനെ ട്രീസ് അല്ലെങ്കിൽ എന്തെങ്കിലും ബിൽഡിങ്സ്, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ വെച്ച് ഒബ്സ്ട്രക്ഷൻ ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് വരുന്ന വെഹിക്കിളിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സൈറ്റ് ഡിസ്റ്റൻസ് കിട്ടത്തില്ല. അതായത് നമ്മുടെ ഓപ്പോസിറ്റ് വരുന്ന വെഹിക്കിളിനെ കാണാൻ പറ്റത്തില്ല. ഇവിടെ ഇങ്ങനെ ട്രീസൊക്കെ വന്ന് ഇങ്ങനെ മറങ്ങി നിന്നാൽ ഇവിടെ നിന്ന് വരുന്ന വെഹിക്കിൾസിനെ നമുക്ക് കാണാൻ പറ്റത്തില്ല. അതുകൊണ്ട് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സൈറ്റ് ഡിസ്റ്റൻസ് അങ്ങനത്തെ കണ്ടീഷൻസിൽ കിട്ടാറില്ല. അതാണ് ഈ സെൻറ്റൻസ് പറയുന്നത്. ഒരു ഹൊറിസോണ്ടൽ അലൈൻമെൻറ്റിൽ, ഒരു ഹൊറിസോണ്ടൽ കർവിൽ അതിൻ്റെ ഇന്നർ സൈഡിൽ ട്രീസ്, സ്ലോപ്പ്, ബിൽഡിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇനഫായിട്ടുള്ള കിട്ടില്ല? സൈറ്റ് ഡിസ്റ്റൻസ് കിട്ടില്ല. ഇനഫായിട്ടുള്ള സൈറ്റ് ഡിസ്റ്റൻസ് കിട്ടത്തില്ല. ഇതാണ് പറയുന്നത്. ഇനി അപ്പോൾ ഇനഫായിട്ടുള്ള സൈറ്റ് ഡിസ്റ്റൻസ് കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ഒന്നുകിൽ ആ ഒബ്സ്ട്രക്ഷനെ റിമൂവ് ചെയ്യണം. എയ്തർ ദ ഒബ്സ്ട്രക്ഷൻ ഷുഡ് ബി റിമൂവ്ഡ് or the alignment should be changed in order to provide adequate side distance. അപ്പോൾ സൈഡ് ഡിസ്റ്റൻസ് കിട്ടാൻ ഒന്നുകിൽ നമ്മൾ ആ മരം മുറിച്ച് മാറ്റുക, അല്ലെങ്കിൽ നമ്മുടെ അലൈൻമെൻറ്റ് മാറ്റണം. ഇനി ഈ അലൈൻമെൻറ്റ് മാറ്റണം എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് ഇനി ഫ്യൂച്ചറിൽ വരുന്ന ഡിസൈനിനാണ്. ഇപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഡിസൈനിൻ്റെ അലൈൻമെൻറ്റ്, എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു റോഡിൻ്റെ അലൈൻമെൻറ്റ് മാറ്റുക എന്നുള്ളത് ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല, അതുപോലെ എക്കണോമിക്കലും അല്ല. So it is not possible to provide adequate side distance on the curves on existing roads. അപ്പോൾ എക്സിസ്റ്റിംഗ് റോഡ്സിൻ്റെ കാര്യത്തിൽ നമുക്ക് അലൈൻമെൻറ്റ് മാറ്റാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് സൈഡ് ഡിസ്റ്റൻസ് അഡിക്വേറ്റ് ആയിട്ട് ഇങ്ങനത്തെ കണ്ടീഷനിൽ, ഹൊറിസോണ്ടൽ കർവിൻ്റെ ഇന്നർ സൈഡിനകത്ത് ട്രീസ് വരുന്ന കണ്ടീഷനിൽ സൈഡ് ഡിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യാനും പറ്റത്തില്ല, എക്സിസ്റ്റിംഗ് റോഡ്സിൻ്റെ കേസിലാണെങ്കിൽ. അപ്പോൾ നമ്മൾ അവിടെ എന്താ ചെയ്യുക? വി പ്രൊവൈഡ് റെഗുലേറ്ററി ആൻഡ് കോഷണറി സൈൻസ് ഷുഡ് ബി ഇൻസ്റ്റാൾഡ് ടു കൺട്രോൾ ദി ട്രാഫിക് സ്യൂട്ടബിളി. അപ്പോൾ റെഗുലേറ്ററിയും കോഷണറി ആയിട്ടുള്ള സൈൻസ് നമ്മൾ അവിടെ പ്രൊവൈഡ് ചെയ്യും. സ്റ്റീപ്പായിട്ടുള്ള കർവാണ്, ഇത്ര സ്പീഡിലേ പോകാൻ പാടുള്ളൂ, അങ്ങനെയുള്ള, അല്ലെങ്കിൽ ഓവർടേക്കിംഗ് പാടില്ല, അങ്ങനത്തെ കോഷണറി സൈൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ഇതാണ് നമ്മൾ എക്സിസ്റ്റിംഗ് റോഡ്സിൻ്റെ കേസിൽ ചെയ്യുന്നത്. പുതുതായിട്ട് പണിയുന്ന റോഡ്സിലാണെങ്കിൽ നമുക്ക് അതിൻ്റെ അലൈൻമെൻറ്റ് മാറ്റാനുള്ള ഓപ്ഷനുണ്ട്. എക്സിസ്റ്റിംഗ് റോഡ്സിൻ്റെ കേസിൽ അതില്ല. ഓക്കെ, ഇങ്ങനെ ഒരു കണ്ടീഷനിലാണ് നമുക്ക് സെറ്റ് ബാക്ക് ഡിസ്റ്റൻസ് എന്ന് പറയുന്ന കാര്യത്തിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. ഇറ്റ് ഈസ് നെസസറി ടു പ്രൊവൈഡ് സഫീഷ്യൻറ്റ് ക്ലിയറൻസ് ഓർ സെറ്റ് ബാക്ക് ഡിസ്റ്റൻസ് ഓൺ ദി ഇന്നർ സൈഡ് ഓഫ് ഹൊറിസോണ്ടൽ കർവ്. അപ്പോൾ സെറ്റ് ബാക്ക് ഡിസ്റ്റൻസ്, ആ പേര് തന്നെ ആലോചിച്ച് നോക്കൂ. ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പോയിൻറ്റിൽ നിന്ന് കുറച്ച് ഡിസ്റ്റൻസ് ബാക്കിലേക്ക് മാറണം. അതിനാണ് സെറ്റ് ബാക്ക് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഹൊറിസോണ്ടൽ കർവിൻ്റെ ഇന്നർ സൈഡാണെങ്കിൽ നമ്മൾ അഡിക്വേറ്റ് ആയിട്ടുള്ള ക്ലിയറൻസ് അല്ലെങ്കിൽ സെറ്റ് ബാക്ക് ഡിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, അതിനെയാണ് നമ്മൾ സെറ്റ് ബാക്ക് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ദ സെറ്റ് ബാക്ക് ഡിസ്റ്റൻസ് ഓർ ക്ലിയറൻസ് റിക്വയർഡ് ഫ്രം ദ സെൻട്രൽ ലൈൻ ഓഫ് എ ഹൊറിസോണ്ടൽ കർവ് ടു ആൻ ഒബ്സ്ട്രക്ഷൻ ഓൺ ദ ഇന്നർ സൈഡ് ഓഫ് ദി കർവ് ടു പ്രൊവൈഡ് അഡിക്വേറ്റ് സൈഡ് ഡിസ്റ്റൻസ് വിച്ച് ഡിപ്പെൻഡ്സ് ഓൺ ദി ഫോളോയിങ് ഫാക്ടേഴ്സ്. അപ്പോൾ നമ്മൾ അത് തന്നെയാണ് പറയുന്നത്. ഒരു ഹൊറിസോണ്ടൽ കർവിൻ്റെ സെൻട്രൽ ലൈനിൽ നിന്ന് ഇത്ര ഡിസ്റ്റൻസ് നമുക്ക് ക്ലിയറൻസ് ഉണ്ടാവണം. അതായത് ഇങ്ങനെ ഒരു കർവ് പോകുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സെൻട്രൽ ലൈനിൽ നിന്ന്
ഇതുവരെ അല്ലെങ്കിൽ ഇത്രയും ഒരു ഡിസ്റ്റൻസ് ക്ലിയർ ആയിരിക്കണം. ഇതിന് ശേഷം മാത്രമേ ട്രീസോ എന്തെങ്കിലും ഒബ്സ്ട്രക്ഷൻസ് വരാൻ പാടുള്ളൂ. ഇങ്ങനെ ഒരു ഡിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യണം. ഈ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ സെറ്റ് ബാക്ക് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സെറ്റ് ബാക്ക് ഡിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നതിന് നമ്മൾ കൊടുക്കുന്ന കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. അതായത് സെറ്റ് ബാക്ക് ഡിസ്റ്റൻസിനെ അഫക്റ്റ് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സ്. അതിലൊന്നാണ് റിക്വയർഡ് സൈറ്റ് ഡിസ്റ്റൻസ്. അത് നമ്മൾ പറഞ്ഞു, സൈറ്റ് ഡിസ്റ്റൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് പ്രൊവൈഡ് ചെയ്യുന്നത്. അടുത്തത് റേഡിയസ് ഓഫ് ഹൊറിസോണ്ടൽ കർവ്. നമ്മൾ കർവ് വരച്ചപ്പോൾ എത്രയും കർവിയാണ് ആ കർവ് എന്നുള്ളത് ഇതിനെ ഡിപ്പെൻഡ് ചെയ്യും. അതായത് കർവിൻ്റെ റേഡിയസ് എത്രയാണെന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്യും. ലെങ്ത് ഓഫ് കർവ് LC. അപ്പോൾ കർവിൻ്റെ ലെങ്ത്തും ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. ഇനി സെറ്റ് ബാക്ക് ഡിസ്റ്റൻസിനെ ലെങ്ത് ഓഫ് കർവ് LCയും ഇതിനെ ഡിപ്പെൻഡ് ചെയ്യും. വിച്ച് മേ ബി ഗ്രേറ്റർ ദാൻ ഓർ ലെസ് ദാൻ S. അപ്പോൾ റിക്വയർഡ് സൈഡ് ഡിസ്റ്റൻസിനെക്കാട്ടിയും ഗ്രേറ്റർ ദാൻ ആവാം അല്ലെങ്കിൽ ലെസ് ദാൻ ആവാം കർവിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. കർവിൻ്റെ ലെങ്തിനെ നമ്മൾ LC എന്ന് ഡിനോട്ട് ചെയ്തു, സൈറ്റ് ഡിസ്റ്റൻസിനെ നമ്മൾ S എന്ന് ഡിനോട്ട് ചെയ്തു. ഈ കർവിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഒന്നുകിൽ ഗ്രേറ്റർ ദാൻ S ആവാം അല്ലെങ്കിൽ ലെസ് ദാൻ Sഉം ആവാം. ഓക്കെ, the two conditions considered are when the length of curve is greater than and less than the side distance S. അപ്പോൾ അത് തന്നെയാണ് പറയുന്നത്. നമ്മളിതിൽ കൊടുക്കുന്ന രണ്ട് കണ്ടീഷൻ ഏതൊക്കെയാണ്? ലെങ്ത് ഓഫ് കർവ് SC ഗ്രേറ്റർ ദാൻ സൈറ്റ് ഡിസ്റ്റൻസ് S വരുന്ന കണ്ടീഷനും LC ലെസ് ദാൻ S വരുന്ന കണ്ടീഷനും. ഇത് രണ്ടുമാണ് നമ്മുടെ രണ്ട് കേസസ്. നമുക്ക് ആദ്യത്തെ കേസ് ഡീറ്റെയിൽ ആയി നോക്കാം. വെൻ LC ഗ്രേറ്റർ ദാൻ S, അതായത് ലെങ്ത് ഓഫ് കർവ് ഗ്രേറ്റർ ദാൻ സൈറ്റ് ഡിസ്റ്റൻസ്. ലെങ്ത് ഓഫ് കർവാണ് LC, സൈഡ് ഡിസ്റ്റൻസ് ആണ് S. ആംഗിൾ സബ്റ്റൻഡിനെ നമ്മൾ ആൽഫ എന്ന് ഡിനോട്ട് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് α/2 = S/2R റൈഡ്. അതായത് ഇത് റേഡിയനിലാണുള്ളത്. ഇതിനെ ഡിഗ്രിയിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 180/π കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ ഇക്വേഷൻ എന്താവുന്നു? α/2 = 180/2π × S/R. ഇനി സെറ്റ് ബാക്ക് ഡിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ M = CF ആണ്. സെറ്റ് ബാക്ക് ഡിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ M = R - R cos α/2. ഇതാണ് സെറ്റ് ബാക്ക് ഡിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ ഫസ്റ്റ് കേസിൽ. കേസ് ഏതാണ്? LC ഗ്രേറ്റർ ദാൻ S വരുന്ന കേസിൽ സെറ്റ് ബാക്ക് ഡിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ M = R - R cos α/2. ഓക്കെ, ഇതിൽ ക്യാപിറ്റൽ R എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് ഹൊറിസോണ്ടൽ കർവ് ആണ്. ഇനി ആൽഫ എന്ന് പറയുന്നത് എന്താണ്? ആംഗിൾ സബ്റ്റൻഡഡ് ആണ്. In case of wide roads with 2 or more lanes, distance between center line of road and center line of inside lane in meters. അതായത് ഒത്തിരി വൈഡായിട്ടുള്ള റോഡാണെങ്കിൽ, അതായത് 2 അല്ലെങ്കിൽ 2 or more lanes വരുന്ന റോഡാണെങ്കിൽ അവിടെ സെറ്റ് ബാക്ക് ഡിസ്റ്റൻസ് M' ഇക്വേഷൻ R - D × cos α'/2 എന്നാണ്. ഇതിലൊരു അഡീഷണൽ ടേം വന്നു D എന്ന് പറയുന്നത് എന്താണ്? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സെൻട്രൽ ലൈൻ ഓഫ് റോഡ് ആൻഡ് സെൻട്രൽ ലൈൻ ഓഫ് ഇൻസൈഡ് ലൈൻ. ഇനി α'/2ൻ്റെ വാല്യൂ 180/S ഡിവൈഡഡ് ബൈ 2π × R - D ഇൻ ഡിഗ്രീസ്. ഇനി നമുക്ക് സെക്കൻഡ് കേസ് നോക്കാം. LC ലെസ് ദാൻ S. LC ലെസ് ദാൻ Sൽ M' ഇക്വേഷൻ, അതായത് സെറ്റ് ബാക്ക് ഡിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് R - D × cos α/2 പ്ലസ് S - LC/2 × sin α'/2. കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഇക്വേഷനാണ്. ഓക്കെ, അപ്പോൾ സെറ്റ് ബാക്ക് ഡിസ്റ്റൻസിൻ്റെ ടോപ്പിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് നോക്കേണ്ടത് ഗ്രേഡിയൻറ്റിനെ പറ്റിയിട്ടാണ്. അപ്പോൾ സെറ്റ് ബാക്ക് ഡിസ്റ്റൻസിൽ നമ്മൾ എന്താണ് സെറ്റ് ബാക്ക് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു ഹൊറിസോണ്ടൽ കർവ് ഉണ്ട്. അതിൽ ഈ ഭാഗത്തു നിന്ന് ഒരു വെഹിക്കിൾ വരികയാണെങ്കിൽ അതിൻ്റെ ഇന്നർ സൈഡിൽ ഒബ്സ്ട്രക്ഷൻ, ട്രീസ് പോലുള്ള ഒബ്സ്ട്രക്ഷൻ ഉണ്ടെങ്കിൽ ഇനഫായിട്ടുള്ള എന്ത് കിട്ടില്ല? സൈറ്റ് ഡിസ്റ്റൻസ് കിട്ടത്തില്ല. അപ്പോൾ ഇനഫായിട്ടുള്ള സൈറ്റ് ഡിസ്റ്റൻസ് കിട്ടാൻ വേണ്ടിയിട്ട്
നമ്മൾ ഈ ഒബ്സ്ട്രക്ഷൻ പ്ലേസ് ചെയ്യുന്നത് എപ്പോഴും സെൻട്രൽ ലൈനിൽ നിന്ന് ഒരു കുറച്ച് ഡിസ്റ്റൻസ് മാറിയിട്ടായിരിക്കണം. സെൻട്രൽ ലൈനിൽ നിന്ന് കുറച്ച് ക്ലിയറൻസ് അല്ലെങ്കിൽ സെറ്റ് ബാക്ക് ഡിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്തിരിക്കണം, ഇനഫ് സൈഡ് ഡിസ്റ്റൻസ് കിട്ടാൻ വേണ്ടിയിട്ട്. നമ്മൾ അതിൻ്റെ ഫാക്ടേഴ്സ് പറഞ്ഞു, 2 കേസ് പറഞ്ഞു, LC ഗ്രേറ്റർ ദാൻ എസും LC ലെസ് ദാൻ എസും. അതിൻ്റെ ഇക്വേഷൻസും പറഞ്ഞു. ഇക്വേഷൻ വെച്ചിട്ടുള്ള പ്രോബ്ലംസ് അങ്ങനെ അധികം ചോദിക്കാറില്ല. ഓക്കെ, അപ്പോൾ ഈ ടോപ്പിക്ക് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. വെർട്ടിക്കൽ അലൈൻമെൻറ്റ് അല്ലെങ്കിൽ ഗ്രേഡിയൻ്റ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. വെർട്ടിക്കൽ അലൈൻമെൻറ്റ്, അതിൽ വരുന്നതാണ് ഗ്രേഡിയൻറ്റ്. എന്താണ് ഗ്രേഡിയൻറ്റ്? ഗ്രേഡിയൻറ്റ് ഈസ് ദ റേറ്റ് ഓഫ് റൈസ് ഓർ ഫോൾ അലോങ് ദ ലെങ്ത് ഓഫ് എ റോഡ് വിത്ത് റെസ്പെക്ട് ടു ഹൊറിസോണ്ടൽ. അപ്പോൾ ഹൊറിസോണ്ടലിനെ വെച്ച് നോക്കുമ്പോൾ ഒരു റോഡിലുണ്ടാകുന്ന റൈസിനെ അല്ലെങ്കിൽ ഫോളിനെയാണ് നമ്മൾ ഗ്രേഡിയൻ്റ് എന്ന് പറയുക. ഇറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ആസ് എ റേഷ്യോ ഓഫ് 1:x. അപ്പോൾ ഗ്രേഡിയൻറ്റ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന റേഷ്യോ 1:x ആയിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുക. അതായത് 1 വെർട്ടിക്കൽ യൂണിറ്റ് ടു x ഹൊറിസോണ്ടൽ. അപ്പോൾ ഇങ്ങനെ പോകുന്ന x ഹൊറിസോണ്ടലിൽ ഇപ്പോൾ റൈസ് ആണെങ്കിൽ എത്ര വെർട്ടിക്കലിൽ എത്ര റൈസ് ഉണ്ടായി ടു ഹൊറിസോണ്ടൽ വിത്ത് റെസ്പെക്ട് ടു ഈ ഹൊറിസോണ്ടൽ. അങ്ങനെയാണ് നമ്മളിത് റെപ്രസെൻറ്റ് ചെയ്യുക. ഇനി ചില കണ്ടീഷൻസിൽ ഗ്രേഡിയൻറ്റിനെ നമ്മൾ പെർസെൻറ്റേജ് ആയിട്ടും റെപ്രസെൻറ്റ് ചെയ്യാറുണ്ട്. അതായത് n% എന്നൊക്കെ പറയുമ്പോൾ. ഇനി ഇവിടെ n% എന്ന് പറഞ്ഞാൽ n എന്താണ്? n ബീയിങ് ദ വെർട്ടിക്കൽ യൂണിറ്റ്സ് ടു 100 ഹൊറിസോണ്ടൽ യൂണിറ്റ്. n വെർട്ടിക്കൽ യൂണിറ്റ് ടു 100 ഹൊറിസോണ്ടൽ യൂണിറ്റ് ആണെങ്കിൽ നമുക്കതിനെ n% എന്ന് പറയാം. ഓക്കെ, അപ്പോൾ അതാണ് ഗ്രേഡിയൻറ്റ്. ഇനി എന്തൊക്കെയാണ് ടൈപ്സ് ഓഫ് ഗ്രേഡിയൻ്റ് എന്ന് നോക്കാം. ടൈപ്സ് ഓഫ് ഗ്രേഡിയൻ്റ് 4 എണ്ണം ഉണ്ട്. റൂളിംഗ് ഗ്രേഡിയൻറ്റ്, സെക്കൻഡ് വൺ ലിമിറ്റിംഗ് ഗ്രേഡിയൻറ്റ്, തേർഡ് വൺ എക്സെപ്ഷണൽ ഗ്രേഡിയൻറ്റ്, ഫോർത്ത് വൺ മിനിമം ഗ്രേഡിയൻറ്റ്. ആദ്യം റൂളിംഗ് ഗ്രേഡിയൻറ്റ് നോക്കാം. ഇറ്റ് ഈസ് ദ മാക്സിമം ഗ്രേഡിയൻറ്റ് ദാറ്റ് ഈസ് അഡോപ്റ്റഡ് as a normal course in design of vertical alignment when the vehicle is traveling at design speed. അപ്പോൾ വെഹിക്കിൾ ഡിസൈൻ സ്പീഡിൽ പോകുന്ന ഒരു സാധാരണ വെർട്ടിക്കൽ അലൈൻമെൻറ്റിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു നോർമൽ കോഴ്സിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന മാക്സിമം ഗ്രേഡിയൻ്റ് ആണ് റൂളിംഗ് ഗ്രേഡിയൻ്റ് എന്ന് പറയുന്നത്. അതായത് ഡിസൈൻ സ്പീഡിൽ എല്ലാം നോർമൽ കണ്ടീഷൻസാണ്. അങ്ങനെയുള്ള കണ്ടീഷൻസിൽ നമ്മൾ കൊടുക്കുന്ന മാക്സിമം ഗ്രേഡിയൻ്റ് എന്താണോ അതിനെയാണ് റൂളിംഗ് ഗ്രേഡിയൻ്റ് എന്ന് പറയുന്നത്. ഈ റൂളിംഗ് ഗ്രേഡിയൻറ്റിന് IRC പറയുന്ന വാല്യൂസ് ഏതൊക്കെയാണ്? പ്ലെയിൻ ടെറൈൻ ആണെങ്കിൽ 1:30, മൗണ്ടനേഴ്സ് ടെറൈൻ ആണെങ്കിൽ 1:20, സ്റ്റീപ്പായിട്ടുള്ള ടെറൈൻ ആണെങ്കിൽ 1:16.7. ഇനി സെക്കൻഡ് വൺ എന്താണ്? ലിമിറ്റിംഗ് ഗ്രേഡിയൻറ്റ്. A limiting gradient is used when the topography of a place compels to adopt a steeper gradient so as to cut the cost, thereby constructing a gentler gradient. അപ്പോൾ നമ്മൾ ലിമിറ്റിംഗ് ഗ്രേഡിയൻറ്റ് യൂസ് ചെയ്യുന്നത് സ്റ്റീപ്പർ ആയിട്ടുള്ള കണ്ടീഷൻസിലാണ്. ലിമിറ്റിംഗ് ഗ്രേഡിയൻ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും സ്റ്റീപ്പർ ആയിട്ടുള്ള ഒരു ഗ്രേഡിയൻ്റ് ആയിരിക്കും. ഒരു റോഡിൻ്റെ ടോപ്പോഗ്രഫി അതിന് സ്റ്റീപ്പർ ആയിട്ടുള്ള ഗ്രേഡിയൻ്റ് ആണ് പ്രിഫർ ചെയ്യുന്നതെങ്കിൽ അവിടെ നമ്മൾ കൊടുക്കുന്നതാണ് ലിമിറ്റിംഗ് ഗ്രേഡിയൻറ്റ്. ഇനി അടുത്തതാണ് എക്സെപ്ഷണൽ ഗ്രേഡിയൻറ്റ്. ദിസ് ടൈപ്പ് ഓഫ് ഗ്രേഡിയൻറ്റ് ഈസ് നോർമലി ലിമിറ്റഡ് ടു എ മാക്സിമം ഓഫ് 100 മീറ്റർ സ്റ്റെപ്സ്. അപ്പോൾ എക്സെപ്ഷണൽ ഗ്രേഡിയൻറ്റ് നമ്മൾ 100 മീറ്റർ സ്റ്റെപ്സിൽ മാത്രമേ മാക്സിമം കൊടുക്കാറുള്ളൂ. അതിൽ കൂടുതൽ ലെങ്ത്തിൽ ഈ ഗ്രേഡിയൻറ്റ് പ്രൊവൈഡ് ചെയ്യാറില്ല. ദീസ് ആർ സ്റ്റീപ്പർ ദാൻ ലിമിറ്റിംഗ് ഗ്രേഡിയൻറ്റ്. അങ്ങനെ കൊടുക്കാത്തതിൻ്റെ കാരണം എന്താണ്? ഇത് ലിമിറ്റിംഗ് ഗ്രേഡിയൻറ്റിനെക്കാട്ടിലും ഒത്തിരിയും സ്റ്റീപ്പറാണ്. ഇനി എന്താണ് മിനിമം ഗ്രേഡിയൻറ്റ്? മിനിമം ഗ്രേഡിയൻ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ബേസിക്കായിട്ട് ഒരു റോഡിന് വേണ്ട മിനിമം ഗ്രേഡിയൻ്റ് എന്താണ്? അതായത് ഡ്രെയിനേജ് പർപ്പസിന് വേണ്ട ഗ്രേഡിയൻറ്റ്. ദീസ് ഗ്രേഡിയൻറ്റ്സ് ആർ പ്രൊവൈഡഡ് സോ ദാറ്റ് ദ സർഫസ് വാട്ടർ ക്യാൻ ഡ്രെയിൻഡ് ഓഫ് ടു ദ സൈഡ് ഡ്രെയിൻസ്. ഡ്രെയിനേജ് പർപ്പസിന് വേണ്ടി റോഡിൽ ഓൾറെഡി നമ്മൾ എപ്പോഴും പ്രൊവൈഡ് ചെയ്തിരിക്കേണ്ട ഗ്രേഡിയൻ്റ് ആണ് മിനിമം ഗ്രേഡിയൻറ്റ്. അതിൻ്റെ വാല്യൂ യൂഷ്വലി 1:400 ആയിരിക്കും. ഓക്കെ, ഇനി എന്താണ് ഗ്രേഡ് കോമ്പൻസേഷൻ എന്ന് നോക്കാം. When a sharp horizontal curve is to be introduced on a road which already has a maximum permissible gradient, then the gradient should be decreased to compensate for a loss of tractive effect. അതായത് നമ്മളൊരു ഗ്രേഡിയൻ്റ് ഉള്ള റോഡിൽ നമ്മളൊരു കർവ് കൊണ്ടുവരികയാണ്. അതായത് മാക്സിമം പെർമിസിബിൾ ഗ്രേഡിയൻ്റ് ഉള്ള
മാക്സിമം ഗ്രേഡിയൻ്റ് ഉള്ള ഒരു റോഡുണ്ട്. ആ റോഡിൽ നമ്മളൊരു ഷാർപ്പായിട്ടുള്ള ഹൊറിസോണ്ടൽ കർവ് കൊണ്ടുവരികയാണ്. എങ്കിൽ നമ്മൾ ആ കർവിൻ്റെ റേഡിയസ് എന്താണ് ചെയ്യേണ്ടത്? റേഡിയസ് നമ്മൾ ഡിക്രീസ് ചെയ്യണം. എന്തിനാണ്? അവിടെ ഉണ്ടാകുന്ന ലോസ് ഓഫ് ട്രാക്റ്റീവ് എഫക്റ്റിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളവിടെ ഗ്രേഡിയൻറ്റ് ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഇതിനെയാണ് ഗ്രേഡ് കോമ്പൻസേഷൻ എന്ന് പറയുക. ഇനി ഗ്രേഡ് കോമ്പൻസേഷൻ പെർസെൻറ്റേജിലാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. അതിൻ്റെ വാല്യൂ 30 + R/R അല്ലെങ്കിൽ 75/R. ഇത് രണ്ടിൽ ഏതാണോ മിനിമം വാല്യൂ അതാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ഗ്രേഡ് കോമ്പൻസേഷൻ്റെ ഇക്വേഷനാണ്. ഇനി കോമ്പൻസേറ്റഡ് ഗ്രേഡിയൻറ്റ് CG, അതിൻ്റെ ഇക്വേഷൻ ഗ്രേഡിയൻറ്റ് മൈനസ് ഗ്രേഡ് കോമ്പൻസേഷൻ. അതിൻ്റെ വാല്യൂ നോട്ട് ലെസ് ദാൻ 4% ആയിരിക്കണം. പ്ലെയിൻ ടെറൈനിന് നോട്ട് ലെസ് ദാൻ 4% ആയിരിക്കണം കോമ്പൻസേറ്റഡ് ഗ്രേഡിയൻറ്റിൻ്റെ വാല്യൂ. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻസ് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അതായത് ഗ്രേഡ് കോമ്പൻസേഷൻ്റെ ഇക്വേഷൻ 30 + R/R, R എന്ന് പറയുന്നത് കർവിൻ്റെ റേഡിയസ്, അല്ലെങ്കിൽ 75/R. ഇത് രണ്ടും ചെയ്തിട്ട് ഏതാണോ മിനിമം അതാണ് ഗ്രേഡ് കോമ്പൻസേഷൻ GC. ഇനി കോമ്പൻസേറ്റഡ് ഗ്രേഡിയൻറ്റ് CG എന്ന് പറയുന്നത് ഗ്രേഡിയൻറ്റ് മൈനസ് ഗ്രേഡ് കോമ്പൻസേഷൻ. ഓക്കെ, നമുക്കതിൻ്റെ ഒരു പ്രോബ്ലം നോക്കാം. While aligning a hill road with a ruling gradient of 6% and a horizontal curve of 60 meter radius, find the grade compensation and CG. അപ്പോൾ നമുക്ക് ഗിവൺ ഡാറ്റ എന്താണ്? റേഡിയസ് തന്നിട്ടുണ്ട് 60 മീറ്റർ, ഗ്രേഡിയൻറ്റ് തന്നിട്ടുണ്ട് 6%. ഇനി ഗ്രേഡ് കോമ്പൻസേഷൻ GCയുടെ ഇക്വേഷൻ എന്തായിരുന്നു? 30 + R/R അല്ലെങ്കിൽ 75/R. അത് രണ്ടും നമ്മൾ ചെയ്യാണ്. 30 + 60/60 അല്ലെങ്കിൽ 75/60. അപ്പോൾ ഇതിൽ 1.5 എന്നും ഇവിടെ 1.25 എന്നും കിട്ടി. ഇതിൽ ഏതാണ് മിനിമം വാല്യൂ അതാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. മിനിമം വാല്യൂ ഏതാണ്? 1.25. അപ്പോൾ അതാണ് ഗ്രേഡ് കോമ്പൻസേഷൻ. ഇനി CG അല്ലെങ്കിൽ കോമ്പൻസേറ്റഡ് ഗ്രേഡിയൻറ്റിൻ്റെ ഇക്വേഷൻ എന്താണ്? ഗ്രേഡിയൻറ്റ് മൈനസ് ഗ്രേഡ് കോമ്പൻസേഷൻ. ഗ്രേഡിയൻറ്റ് എത്രയായിരുന്നു? 6 മൈനസ് 1.25 ചെയ്യുമ്പോൾ 4.75 എന്ന് ആൻസർ കിട്ടി. സിമ്പിളായിട്ടുള്ള പ്രോബ്ലമാണ്. ഓക്കെ, അത് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. വെർട്ടിക്കൽ കർവ്സ്. Due to changes in grade in the vertical alignment of highway, it is necessary to introduce vertical curves to smoothen out the vertical profile at the intersection of different grades. അപ്പോൾ നമ്മളൊരു വെർട്ടിക്കൽ അലൈൻമെൻറ്റ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ അതിലൊത്തിരി ഗ്രേഡ് ചേഞ്ചസ് ഉണ്ടാവാം. അപ്പോൾ നമ്മളവിടെ അത് സ്മൂത്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വെർട്ടിക്കൽ കർവ്സ് പ്രൊവൈഡ് ചെയ്യണം. ഇനി വെർട്ടിക്കൽ കർവ്സ് 2 ടൈപ്പിലുണ്ട്. ഏതൊക്കെയാണ്? സമ്മിറ്റ് കർവും ഉണ്ട്, വാലി കർവും ഉണ്ട്. സമ്മിറ്റ് കർവാണെങ്കിൽ ഇതാ ഇങ്ങനെ ഒരു സാഗിങ് ഷേപ്പായിരിക്കും. സമ്മിറ്റ് കർവാണെങ്കിൽ ഒരു കോൺവെക്സ് ഷേപ്പായിരിക്കും. ഇനി വാലി കർവാണെങ്കിൽ ഒരു സാഗിങ് ഷേപ്പായിരിക്കും അല്ലെങ്കിൽ കോൺകേവ് ഷേപ്പായിരിക്കും. ഇനി നമ്മൾ ഗ്രേഡിയൻറ്റ് കൊടുക്കേണ്ടത് ഇപ്പോൾ അപ്വേർഡ് ആണെങ്കിൽ പോസിറ്റീവ് ഗ്രേഡിയൻറ്റും ഡൗൺവേർഡ് ആണെങ്കിൽ നെഗറ്റീവ് ഗ്രേഡിയൻറ്റുമാണ് അപ്ലൈ ചെയ്യുന്നത്. ഇനി ഇതിലിവിടെ n എന്ന് കാണിച്ചിരിക്കുന്നത് ഡിഫ്ലക്ഷൻ ആംഗിളാണ്. ഇനി നമ്മൾ എന്നിൻ്റെ വാല്യൂ എപ്പോഴും ആൾജിബ്രായിക് ഡിഫറൻസ് ആയിരിക്കും നോക്കുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്. എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. As per IRC, an ideal summit curve is a second degree parabola. അപ്പോൾ സമ്മിറ്റ് കർവ് എന്ന് പറയുന്നത് ഒരു സെക്കൻഡ് ഡിഗ്രി പരാബോള എന്നാണ് IRC പറയുന്നത്. The various possible gradient interactions with the deviation angles are shown below. അപ്പോൾ അതിൻ്റെ കുറച്ച് ആംഗിൾസാണ് ഈ കാണിച്ചിട്ടുള്ളത്, ഡിഫ്ലക്ഷൻ ആംഗിൾസാണ് ഈ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കതിൽ എന്നിൻ്റെ എക്സാമ്പിൾ നോക്കാം. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ അപ്വേർഡ് ആണെങ്കിൽ +n, ഡൗൺവേർഡ് ആണെങ്കിൽ -n. അപ്പോൾ നമ്മൾ എന്നിൻ്റെ വാല്യൂ എടുക്കുമ്പോൾ +n
മൈനസ് ഓഫ് എൻ എന്നാണ് എടുക്കുക. കാര്യം എന്താണ്, നമ്മളിവിടെ ആൾജിബ്രായിക് ഡിഫറൻസ് ആണ് എടുക്കുന്നത്. അപ്പോൾ എൻ പ്ലസ് എൻ ഈക്വൽ ടു 2n എന്നായി. ഇനി ഈ കണ്ടീഷൻ നോക്കൂ, എൻ ഈക്വൽ ടു 0 ആണ്, ഇവിടെ മൈനസ് എൻ ആണ്. അപ്പോൾ എൻ ഈക്വൽസ് 0 മൈനസ് എൻ ഈക്വൽ ടു മൈനസ് എൻ. ഈ കണ്ടീഷൻ നോക്കൂ, കർവ് ഇങ്ങനെയാണ് പോകുന്നത്. ഇവിടെ എൻ ഈക്വൽ ടു 0, ഇവിടെ പ്ലസ് എൻ ആണ്. അപ്പോൾ എൻ ഈക്വൽ ടു പ്ലസ് എൻ മൈനസ് 0, അതായത് എൻ തന്നെ വരും. ഇനി അടുത്ത കണ്ടീഷൻ നോക്കാം. കർവ് ഇങ്ങനെ പോകുന്നു, ഇവിടെ പ്ലസ് എൻ ആണ്, ഇവിടെ വരുന്നതും പ്ലസ് എൻ ആണ്. അപ്പോൾ പ്ലസ് എൻ മൈനസ് പ്ലസ് എൻ, അതായത് 0 ആയിപ്പോയി. ഇനി അടുത്ത കർവ് നോക്കൂ, കർവ് ഇങ്ങനെ പോകുന്നുണ്ട്, ഇവിടെ മൈനസ് എൻ, ഇവിടെയും മൈനസ് എൻ ആണ്. അപ്പോൾ മൈനസ് എൻ മൈനസ് ഓഫ് മൈനസ് എൻ, അതും 0 ആണ്. ഓക്കെ. ഇനി ദ ലെങ്ത് ഓഫ് എ സമ്മിറ്റ് കർവ് ഷുഡ് ബി ഡിസൈൻഡ് കൺസിഡറിങ് ദ SSD ആൻഡ് OSD സെപ്പറേറ്റ്ലി. അപ്പോൾ സമ്മിറ്റ് കർവിൻ്റെ ലെങ്ത് ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ SSDയും OSDയും കൺസിഡർ ചെയ്തിരിക്കണം. അത് എന്തൊക്കെയാണ്? സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസും ഓവർടേക്കിംഗ് സൈഡ് ഡിസ്റ്റൻസ്. ദിസ് ഈസ് ടു അവോയ്ഡ് ദ ആക്സിഡൻറ്റ്സ് ഡ്യൂറിങ് ഇനഡിക്വേറ്റ് സൈഡ് ഡിസ്റ്റൻസ്. സൈഡ് ഡിസ്റ്റൻസിൻ്റെ അഭാവത്തിൽ ആക്സിഡൻറ്റ്സ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സമ്മിറ്റ് കർവ് ഡിസൈൻ ചെയ്യുമ്പോൾ ഇത് രണ്ടും കൂടി നമ്മൾ നോക്കുന്നത്. ഇനി അതിൽ സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് ക്രൈറ്റീരിയ എന്താണെന്ന് നോക്കാം. സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് ക്രൈറ്റീരിയ എൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എസ് ആണെങ്കിൽ ഈക്വൽസ് SSD ആണ് എടുക്കേണ്ടത്. എല്ലിൻ്റെ ഇക്വേഷൻ എന്താണ്? n² √2h പ്ലസ് √2h ദി ഹോൾ സ്ക്വയർ. ഇതിൽ n എന്ന് പറയുന്നത് ഡീവിയേഷൻ ആംഗിളാണ്, എസ് എന്ന് പറയുന്നതാണ് സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ്, ക്യാപിറ്റൽ H എന്ന് പറയുന്നത് ഹൈറ്റ് ഓഫ് ഡ്രൈവർ, അതായത് 1.2 മീറ്റർ, സ്മോൾ h പറയുന്നത് ഹൈറ്റ് ഓഫ് ഒബ്സ്ട്രക്ഷൻ, അതായത് 0.5 മീറ്റർ. ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ലെങ്കിലാണ് ഈ 0.5 മീറ്റർ 1.2 മീറ്റർ ഒക്കെ നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ എൽ ഈക്വൽ ടു അനദർ ഇക്വേഷൻ എന്താണ്? n² / 4.4. ഇനി എൽ ലെസ് ദാൻ സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് ആണ് വരുന്നതെങ്കിൽ എല്ലിൻ്റെ ഇക്വേഷൻ 2s മൈനസ് √2h പ്ലസ് √2h ദി ഹോൾ സ്ക്വയർ / n, അതായത് എൽ ഈക്വൽസ് 2s മൈനസ് 4.4 / n എന്ന് കിട്ടും. ഇനി 100 km/h ആണ് സ്പീഡെങ്കിൽ മിനിമം ലെങ്ത് എന്ന് പറയുന്നത് 60 മീറ്ററും 80 km/h ആണ് സ്പീഡെങ്കിൽ മിനിമം ലെങ്ത് എന്ന് പറയുന്നത് 50 മീറ്ററുമാണെന്ന് IRC പറയുന്നുണ്ട്. ഇനി SSDയുടെ കണ്ടീഷൻ കഴിഞ്ഞു. അടുത്ത എന്താണ്? OSD ഓവർടേക്കിംഗ് സൈഡ് ഡിസ്റ്റൻസിൻ്റെ കണ്ടീഷൻ നോക്കാം. ഓവർടേക്കിംഗ് സൈഡ് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഇൻഅഡിക്വേറ്റ് സൈഡ് ഡിസ്റ്റൻസ് ISD എന്നും പറയും. അവിടുത്തെ ഇക്വേഷൻ L ഈക്വൽസ് n² √2h പ്ലസ് √2h ദ ഹോൾ സ്ക്വയർ ഈക്വൽസ് n² / 8h. അപ്പോൾ L ഈക്വൽ ടു n² / 9.6. എച്ചിൻ്റെ വാല്യൂ എത്രയാണ്? 1.2. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് 9.6 എന്ന് ഇക്വേഷൻ ആവുന്നത്. ഇനി L ലെസ് ദാൻ S ആണെങ്കിൽ ഇക്വേഷൻ L ഈക്വൽ ടു 2s മൈനസ് 9.6 / n ആയിരിക്കും. അപ്പോൾ നമ്മൾ സമ്മിറ്റ് കർവിൻ്റെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് വാലി കർവ് എന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് എ സാഗ് കർവ്, കോൺവെക്സിറ്റി ഡൗൺവേർഡ്. അപ്പോൾ വാലി കർവ് എന്ന് പറയുന്നത് ഒരു സാഗ് കർവാണ്, കോൺവെക്സ് ഷേപ്പാണ്, ഡൗൺവേർഡ് കർവാണ്. ഇനി അതിൻ്റെ കംഫർട്ട് കണ്ടീഷൻ എന്ന് പറയുന്നത് അലോവബിൾ റേറ്റ് ഓഫ് സെൻട്രിഫ്യൂഗൽ ആക്സിലറേഷൻ L ഈക്വൽ ടു 2 × nv³ / c ദ ഹോൾ റൈസ് ടു 1/2 ആയിരിക്കണം. അവിടെ സിയുടെ വാല്യൂ 0.6 m/s³ ആണ്. അപ്പോൾ ഇതാണ് അലോവബിൾ റേറ്റ് ഓഫ് സെൻട്രിഫ്യൂഗൽ ആക്സിലറേഷൻ ബേസ് ചെയ്തിട്ടുള്ള കംഫർട്ട് കണ്ടീഷൻ. ഇനി നേരത്തെ പോലെ സൈഡ് ഡിസ്റ്റൻസ് വെച്ചിട്ട് L ഗ്രേറ്റർ ദാൻ S ആണെങ്കിൽ എല്ലിൻ്റെ വാല്യൂ n²/2h1 പ്ലസ് 2s × tan α. ഇതിൽ h1 എന്ന് പറയുന്നത് 0.75 ആയിരിക്കും, ആൽഫ എന്ന് പറയുന്നത് അപ്വേർഡ്സ് ആയിരിക്കും. ഇനി L ലെസ് ദാൻ S ആണെങ്കിൽ L ഈക്വൽ ടു 2s മൈനസ് 2h1 പ്ലസ് 2s tan α / n ആയിരിക്കും ഇക്വേഷൻ.
അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ ഈ എൽ ഗ്രേറ്റർ ദാൻ എസ്സും എൽ ലെസ് ദാൻ എസ്സും എന്തിൻ്റെ കണ്ടീഷൻസാണ്? ഹെഡ് ലൈറ്റ് ഇനഫായിട്ടുള്ള ഹെഡ് ലൈറ്റ് പ്രൊവൈഡ് ചെയ്യുന്നതിലെ കണ്ടീഷൻസാണ്. ഒരു സാഗ് കർവിൽ, എന്താ ഫിഗറിൽ കാണുമ്പോൾ ഒരു സാഗ് കർവിൽ ഇനഫായിട്ടുള്ള ഹെഡ് ലൈറ്റ് കണ്ടീഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇനി ഈ ഫിഗറിൽ നോക്കാം. ഇതൊരു സാഗ് കർവ് കാണിച്ചിട്ടുണ്ട്. ഡേ ലൈറ്റ് ആണെങ്കിൽ SSD OSD 2 വെഹിക്കിൾ വരുന്നു. നൈറ്റ് ആണെങ്കിൽ കണ്ടോ സൈഡ് ഡിസ്റ്റൻസ് കൂടുതൽ വേണം, ഹെഡ് ലൈറ്റ് ഡിസ്റ്റൻസ്. നമുക്കതിൻ്റെ ഒരു പ്രോബ്ലം നോക്കാം. എ വെർട്ടിക്കൽ സമ്മിറ്റ് കർവ് is formed at the intersection of two gradients +3 and -5%. Design the length of summit curve to provide SSD for a design speed of 80 km/h. Assume suitable data. അപ്പോൾ നമുക്കിതിൽ തന്നിട്ടുള്ള ഡിസൈൻ സ്പീഡ് തന്നിട്ടുണ്ടല്ലേ, 80 km/h. അതിനെ മീറ്റർ/സെക്കൻഡിലാക്കാനായിട്ട് × 5/18 ചെയ്യുന്നു. അപ്പോൾ നമുക്ക് 22.22 m/s എന്ന് കിട്ടി. ഇനി എന്നിൻ്റെ വാല്യൂ എന്താണ്? ഇതാ ഇവിടെ +3 ഉണ്ട് -5 ഉണ്ട്. അപ്പോൾ നമ്മളിതിൻ്റെ ആൾജിബ്രായിക് സം എടുക്കുമ്പോൾ 3 -5 എന്ന് വരും. അതായത് 8% അല്ലെങ്കിൽ 0.08. ബാക്കി ഡേറ്റാസ് എല്ലാം അസ്യൂം ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ക്യാപിറ്റൽ H ഹൈറ്റ് ഓഫ് ഡ്രൈവർ 1.2 ആണെന്ന് അസ്യൂം ചെയ്യാം. സ്മോൾ h ഹൈറ്റ് ഓഫ് ഒബ്സ്ട്രക്ഷൻ 0.15 ആണെന്ന് അസ്യൂം ചെയ്യാം. ഇനി റിയാക്ഷൻ ടൈം T 2.5 സെക്കൻഡ് ആണ്. G 9.81 ആണ്. ഫ്രിക്ഷൻ്റെ വാല്യൂ കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ്റെ വാല്യൂ 0.35 എന്നും നമുക്കറിയാം. നമുക്ക് ആദ്യം SSDയുടെ ഇക്വേഷൻ കൊടുക്കാം. VT + V²/2GF 22.22 × 2.5 + 22.22 the whole square divided by 2 × 9.81 × 0.35. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ SSD 127.46 മീറ്റർ എന്ന് കിട്ടി. ഇനി L ഗ്രേറ്റർ ദാൻ SSD എന്നുള്ള കണ്ടീഷൻ കൊടുക്കുമ്പോൾ നമ്മുടെ എല്ലിൻ്റെ ഇക്വേഷൻ എന്താണ്? NS²/4.4 ആണ്. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 0.08 × 127.46 the whole square divided by 4.4. 0.08 എന്ന് പറയുന്നത് നമ്മൾ ഈ കണ്ടുപിടിച്ച ക്യാപിറ്റൽ N ആണ്. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് 295.38 എന്നാണ് L കിട്ടിയത്. സിൻസ് ദ ലെങ്ത് ഓഫ് കർവ് ഈസ് ഗ്രേറ്റർ ദാൻ SSD ദ അസംഷൻ ഈസ് കറക്റ്റ്. അപ്പോൾ ലെങ്ത് ഓഫ് കർവ് എന്ന് പറയുന്നത് SSDയെക്കാട്ടിയും ഗ്രേറ്റർ എന്നാണ് നമ്മളിവിടെ കിട്ടിയത്. നമ്മൾ ആ ഒരു കണ്ടീഷൻ വെറുതെ ചെക്ക് ചെയ്തതാണ് L ഗ്രേറ്റർ ദാൻ SSD എന്ന്. അപ്പോൾ L ഗ്രേറ്റർ ദാൻ SSD എന്നുള്ള കണ്ടീഷൻ ചെക്ക് ചെയ്തപ്പോൾ നമുക്കത് ട്രൂ എന്നാണ് കിട്ടിയത്. കാരണം SSD എത്രയാണ്? 127, L എത്രയാണ്? 295. അപ്പോൾ L ഗ്രേറ്റർ ദാൻ SSD ആണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ നമ്മുടെ അസംഷൻ കറക്റ്റാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഡിസൈനിന് വേണ്ടി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത L തന്നെ എടുത്താൽ മതിയാകും. ആസ് പെർ IRC ദ മിനിമം ലെങ്ത് ഓഫ് സമ്മിറ്റ് കർവ് ഫോർ 80 km/h സ്പീഡ് ഈസ് 50 മീറ്റർ. നമ്മൾ നേരത്തെ പറഞ്ഞു IRC റെക്കമെൻഡ് ചെയ്യുന്നത് 80 km/h സ്പീഡിന് 50 മീറ്റർ ആണ് മിനിമം ലെങ്ത് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കൊടുത്ത ലെങ്ത് എത്രയാണ്? 295.38 ആണ്. അപ്പോൾ അത് 50യേക്കാളും ഗ്രേറ്റർ ആയതുകൊണ്ട് അങ്ങനെ നോക്കിയാൽ നമ്മുടെ ലെങ്ത് സേഫാണ്. നമുക്ക് സമ്മിറ്റ് കർവിൻ്റെ അടുത്തൊരു പ്രോബ്ലം നോക്കാം. An ascending gradient of 1 in 100 meets a descending gradient of 1 in 120. A summit curve is to be designed for a speed of 80 km/h so as to have an OSD of 470 meter. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? ഡിസൈൻ സ്പീഡ് തന്നിട്ടുണ്ട് 80 km/h. അതിനെ മീറ്റർ/സെക്കൻഡിലാക്കാൻ × 5/18 ചെയ്യുന്നു. നമുക്ക് 22.22 m/s എന്ന് കിട്ടി. നമുക്ക് അസെൻഡിങ് ഗ്രേഡിയൻറ്റും ഡിസെൻഡിങ് ഗ്രേഡിയൻറ്റും തന്നിട്ടുണ്ട്. അസെൻഡിങ് ആണെങ്കിൽ സൈൻ എന്താണ്? പോസിറ്റീവാണ്. ഡിസെൻഡിങ് ആണെങ്കിൽ സൈന് നെഗറ്റീവാണ്. അപ്പോൾ അതിൻ്റെ ആൾജിബ്രായിക് സം എടുക്കുമ്പോൾ എന്ത് കിട്ടി? 1/100 -1/120 എന്നാണ്. അപ്പോൾ നമുക്ക് എന്നിൻ്റെ വാല്യൂ 0.018 എന്ന് കിട്ടി. ഇനി ക്വസ്റ്റ്യനിൽ ഓവർടേക്കിംഗ് സൈഡ് ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട് 470 മീറ്റർ. അപ്പോൾ എസിൻ്റെ വാല്യൂ എത്രയാണ്? 470 മീറ്റർ. നമുക്ക് കണ്ടീഷൻ കൊടുത്ത് നോക്കാം. L ഗ്രേറ്റർ ദാൻ S ആണോ എന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ L ഗ്രേറ്റർ ദാൻ S ആണെങ്കിൽ Lൻ്റെ ഇക്വേഷൻ എന്താണ്? NS²/9.6. അപ്പോൾ എന്നിൻ്റെ വാല്യൂ 0.018 × S 470² ഡിവൈഡഡ് ബൈ 9.6, അതായത് 414.18 മീറ്റർ എന്ന് കിട്ടി. അപ്പോൾ L ഗ്രേറ്റർ ദാൻ S ആണോ?
അല്ല, എൽ ലെസ് ദാൻ എസ് ആണ്. കാരണം എല്ലിൻ്റെ വാല്യൂ 414 ആണ്, എസിൻ്റെ വാല്യൂ 470 ആണ്. അപ്പോൾ എൽ ലെസ് ദാൻ എസ് ആണ്. നമ്മുടെ അസംഷൻ റോങ് ആണ്. അപ്പോൾ നമുക്ക് സെക്കൻഡ് കണ്ടീഷൻ അപ്ലൈ ചെയ്ത് നോക്കാം. എൽ ലെസ് ദാൻ എസ്. ഓക്കെ, എൽ ഈക്വൽ ടു 2s മൈനസ് 9.6/n, 2 × 470 മൈനസ് 9.6/0.018. അത് ചെയ്യുമ്പോൾ 406.67 മീറ്റർ എന്ന് കിട്ടി. ആ അസംഷൻ ശരിയാണ്. എൽ ലെസ് ദാൻ എസ് ആണെന്ന് നമുക്ക് കിട്ടി. അപ്പോൾ എല്ലിൻ്റെ വാല്യൂ എത്രയാണ്? 406.6 ആണ് എല്ലിൻ്റെ വാല്യൂ. ഓക്കെ, അപ്പോൾ ആ പ്രോബ്ലം ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. എ വാലി കർവ് ഈസ് ഫോംഡ് ബൈ എ ഡിസെൻഡിങ് ഗ്രേഡിയൻ്റ് ഓഫ് 1/25. അപ്പോൾ ഡിസെൻഡിങ് ഗ്രേഡിയൻ്റ് ഓഫ് 1/25 ആണ്, അപ്പോൾ അവിടെ നെഗറ്റീവാണ്. അസെൻഡിങ് ഗ്രേഡിയൻ്റ് ഓഫ് 1/30, അപ്പോൾ അത് പോസിറ്റീവാണ്. ഡിസൈൻ ദ ലെങ്ത് ഓഫ് വാലി കർവ് ടു ഫുൾഫിൽ ബോത്ത് കംഫർട്ട് ക്രൈറ്റീരിയ ആൻഡ് ഹെഡ്ലൈറ്റ് സൈഡ് ഡിസ്റ്റൻസ് റിക്വയർമെൻറ്റ് ഫോർ എ ഡിസൈൻ. അപ്പോൾ നമ്മൾ 2 ക്രൈറ്റീരിയയും ചെക്ക് ചെയ്യാനും പറയുന്നുണ്ട്, അതുപോലെ ഹെഡ്ലൈറ്റിൻ്റെ കണ്ടീഷനും ചെക്ക് ചെയ്യാൻ പറയുന്നുണ്ട്. ഇനി സ്പീഡ് തന്നിട്ടുണ്ട് 80 km/h, സെൻട്രിഫ്യൂഗൽ ആക്സിലറേഷൻ 0.6 ആണെന്നും തന്നിട്ടുണ്ട്. നമുക്ക് ആദ്യം n കണ്ടുപിടിക്കാം. -125 മൈനസ് ഓഫ് 1/30 ചെയ്യുമ്പോൾ -0.073 എന്ന് എന്നിൻ്റെ വാല്യൂ കിട്ടി. v തന്നിട്ടുണ്ട് 80 km/h, അതിനെ × 5/18 ചെയ്യുമ്പോൾ 22.22 m/s എന്ന് കിട്ടും. ഇനി സിയുടെ വാല്യൂ തന്നിട്ടുണ്ട്, ആക്സിലറേഷൻ 0.6 m/s² ആണ്. ഇനി നമുക്ക് കംഫർട്ട് ക്രൈറ്റീരിയ കൊടുത്ത് നോക്കാം. L = 2 × nv³/c ² 1/2. അതിൽ n എത്രയാണ്? 0.073, v 22.22 ആണ്, c 0.6 ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് 73.06 മീറ്റർ എന്നാണ് ആൻസർ കിട്ടിയത്. നമുക്ക് ഹെഡ്ലൈറ്റിൻ്റെ കണ്ടീഷൻ കൊടുക്കാം. അതിലാദ്യം നമ്മൾ L > S എന്ന കണ്ടീഷൻ കൊടുക്കുകയാണ്. അപ്പോൾ SSDയുടെ ഇക്വേഷൻ എന്താണ്? VT + V²/2gf. വിയുടെ വാല്യൂ 22.22 ആണ്. T തന്നിട്ടില്ല, റിയാക്ഷൻ ടൈം 2.5 സെക്കൻഡ് ആണെന്ന് നമുക്കറിയാം. വിയുടെ വാല്യൂ 22.22. അതുപോലെ എഫിൻ്റെ വാല്യൂവും തന്നിട്ടില്ല, ഫ്രിക്ഷണൽ കോഫിഷ്യൻറ്റ് 0.35 ആണെന്ന് നമുക്കറിയാം. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് 127.46 മീറ്റർ എന്നാണ് കിട്ടിയത്. നമുക്കത് എല്ലിൻ്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എല്ലിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? ns²/2h1 + 2s tan α. ഇനി അതിൽ h1 എന്ന് പറയുന്നത് എന്തായിരുന്നു? ഹൈറ്റ് ഓഫ് ഒബ്സ്ട്രക്ഷൻ ആയിരുന്നു, 0.75. ആൽഫ നമുക്ക് 1 ഡിഗ്രി ആയി അസ്യൂം ചെയ്യാം. അപ്പോൾ എസിൻ്റെ വാല്യൂ എത്രയാണ്? നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു, 127.46. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് 199.33 മീറ്റർ എന്ന് കിട്ടി. നമ്മൾ കൊടുത്ത കണ്ടീഷൻ ഏതാണ്? L > S എന്നാണ്. അപ്പോൾ എസിൻ്റെ വാല്യൂ നമുക്ക് 127, എല്ലിൻ്റെ വാല്യൂ ഇപ്പോൾ കണ്ടുപിടിച്ചത് 199. അപ്പോൾ L > S ആണ്. നമ്മൾ അപ്ലൈ ചെയ്ത കണ്ടീഷൻ ട്രൂ ആണ്. അപ്പോൾ നമ്മൾ ലെങ്ത് ഓഫ് വാലി കർവ് എത്രയാണ് എടുക്കേണ്ടത്? 199.33 ആണ് എടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ പ്രോബ്ലംസ് സിമ്പിളാണ്. നമുക്ക് ഇക്വേഷൻ അറിഞ്ഞിരുന്നാൽ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട കാര്യമേ വരുന്നുള്ളൂ. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. എ വാലി കർവ് ഈസ് ഫോംഡ് ബൈ ഡിസെൻഡിങ് ഗ്രേഡിയൻ്റ് ഓഫ് 1/40. ഡിസെൻഡിങ് എന്ന് കണ്ടപ്പോൾ തന്നെ നമുക്ക് നെഗറ്റീവ് ആണെന്ന് മനസ്സിലായി. വിച്ച് മീൻസ് ആൻ അസെൻഡിങ് ഗ്രേഡിയൻറ്റ് 1/30. അത് പോസിറ്റീവാണ്. അസെൻഡിങ് ഗ്രേഡിയൻ്റ് എന്ന് പറയുമ്പോൾ അത് പോസിറ്റീവാണ്. ഇനി ഡിസൈൻ ദ ലെങ്ത് ഓഫ് വാലി കർവ്. ഇഫ് ദ ഡിസൈൻ സ്പീഡ് തന്നിട്ടുണ്ട് v 100 km/h, so as to fulfill both comfort criteria and head side distance criteria. After calculating the SSD requirement, assume rate of change of centrifugal acceleration, അതായത് c തന്നിട്ടുണ്ട് 0.6, റിയാക്ഷൻ ടൈം സ്മോൾ ലെറ്റർ t തന്നിട്ടുണ്ട് 2.5, കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ തന്നിട്ടുണ്ട് സ്മോൾ ലെറ്റർ f 0.35. നമുക്ക് ആദ്യം വെലോസിറ്റി തന്നിട്ടുണ്ട്, അതിനെ m/s ആക്കുക. 27.78 m/s എന്ന് കിട്ടി. നമുക്ക് n കണ്ടുപിടിക്കുക. അപ്പോൾ -1/40 +1/40 ദാറ്റ് ഈസ് 0.058 എന്ന് എന്നിൻ്റെ വാല്യൂ കിട്ടി. c തന്നിട്ടുണ്ട്, t തന്നിട്ടുണ്ട്, f നമുക്കറിയാം.
നമുക്ക് ആദ്യം കംഫർട്ട് ക്രൈറ്റീരിയ അപ്ലൈ ചെയ്യാം. L = 2 × NV³/c the whole raised to 1/2. N അറിയാം 0.058, V അറിയാം 27.78, സിയുടെ വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 0.6. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് 91.04 മീറ്റർ എന്ന് ലെങ്ത് കിട്ടി. ഇനി നമുക്ക് ഹെഡ്ലൈറ്റ് കണ്ടീഷൻ കൊടുക്കുമ്പോൾ SSDയുടെ ഇക്വേഷൻ എന്താണ്? VT + V²/2GF. അതിൽ V അറിയാം 27.78, T ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 2.5. ഇനി എഫിൻ്റെ വാല്യൂവും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 0.35. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ എസ് 181.83 മീറ്റർ എന്ന് കിട്ടി. ഇനി നമ്മൾ വെറുതെ കണ്ടീഷൻ കൊടുത്ത് നോക്കുകയാണ് L > S ആണോ എന്ന് ചെക്ക് ചെയ്യാണ്. L > S എന്ന് വിചാരിച്ച് നമ്മൾ എല്ലിൻ്റെ ഇക്വേഷൻ കൊടുക്കുന്നു. ns²/2h1 + 2s tan α. ഇപ്പോൾ h1 എന്ന് പറയുന്ന ഹൈറ്റ് ഓഫ് ഒബ്സ്ട്രക്ഷൻ ആണ്, അതായത് 0.75. ഇനി ആൽഫയുടെ വാല്യൂ 1 ഡിഗ്രി ആയിട്ട് അസ്യൂം ചെയ്യുന്നു. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് 244.35 മീറ്റർ എന്ന് കിട്ടി. അപ്പോൾ L > S ആണോ നോക്കൂ. എസിൻ്റെ വാല്യൂ 181 ആണ്, എല്ലിൻ്റെ വാല്യൂ 244 ആണ്. അപ്പോൾ L > S ആണ്. നമ്മുടെ കണ്ടീഷൻ ട്രൂ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ലെങ്ത് ആയിട്ട് എടുക്കേണ്ടത് ഏതാണ്? 244.35 മീറ്റർ ആണ് ലെങ്തായി എടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു, ഈ ഗ്രേഡിയൻറ്റ് വരുന്ന കണ്ടീഷൻസ്. ഇനി നമുക്ക് ജസ്റ്റ് ചെറിയൊരു തിയറി കൂടി സിലബസിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ കാണുന്ന ചെറിയൊരു തിയറി കൂടി സിലബസിൽ പറയുന്നുണ്ട്, അതായത് കർവ് റെസിസ്റ്റൻസ് എന്താണെന്ന്. ദ ഓട്ടോമൊബൈൽസ് ആർ സ്റ്റിയർഡ് ബൈ ടേണിംഗ് ദ ഫ്രണ്ട് വീൽ ബട്ട് ദ റിയർ വീൽസ് ഡു നോട്ട് ടേൺ. അപ്പോൾ നമ്മൾ ഓട്ടോമൊബൈൽ അല്ലെങ്കിൽ ഒരു വാഹനം സ്റ്റിയറിംഗ് കൊടുക്കുന്നത് അല്ലെങ്കിൽ ടേൺ ചെയ്യുന്നത് എപ്പോഴും വാഹനത്തിൻ്റെ ഫ്രണ്ട് വീലായിരിക്കും ടേൺ ചെയ്യുന്നത്, റിയർ വീൽസ് ടേൺ ചെയ്യാറില്ല. When a vehicle driven by rear wheels moves on a horizontal curve, the direction of rotation of rear and front wheel are different. അപ്പോൾ ഒരു കർവ് വരുന്ന കണ്ടീഷനിൽ നമ്മൾ വാഹനം വളയ്ക്കുമ്പോൾ അപ്പോൾ ഫ്രണ്ട് വീലിൻ്റെയും റിയർ വീലിൻ്റെയും റൊട്ടേഷൻ ഡിഫറെൻ്റ് ആയിരിക്കും. സോ ദർ ഈസ് സം ലോസ് ഇൻ ട്രാക്റ്റീവ് ഫോഴ്സ്. അപ്പോൾ അവിടെ ട്രാക്റ്റീവ് ഫോഴ്സിൽ ലോസ് ഉണ്ടാവും. ദിസ് ലോസ് ഓഫ് ട്രാക്റ്റീവ് ഫോഴ്സ് ഡ്യൂ ടു ടേണിംഗ് ഓഫ് എ വെഹിക്കിൾ ഓൺ എ ഹൊറിസോണ്ടൽ കർവ് വിച്ച് ഈസ് ടേംഡ് ആസ് കർവ് റെസിസ്റ്റൻസ്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്ന ലോസ് ഓഫ് ട്രാക്റ്റീവ് ഫോഴ്സിനെയാണ് നമ്മൾ കർവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. കർവ് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ T - T cos ആൽഫയാണ്. ഇനി നമുക്കതിൻ്റെ ഫിഗർ നോക്കാം. ഇതാണ് ആൽഫ ഡിഗ്രിയിൽ, ഇതാണ് T. ഇനി ഇങ്ങോട്ട് പോകുന്ന അതിൻ്റെ കമ്പോണൻ്റാണ് T cos ആൽഫ. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ T - T cos ആൽഫയാണ്. അപ്പോൾ ഇതാണ് കർവ് റെസിസ്റ്റൻസ്. അതായത് ഒന്നുമില്ല, ഒരു വാഹനം ഒരു വെർട്ടിക്കൽ കർവ് അല്ലെങ്കിൽ ഒരു ഹൊറിസോണ്ടൽ കർവിൽ ഒരു വാഹനം ടേൺ ചെയ്യുമ്പോൾ അവിടെ ഫ്രണ്ട് വീലിൻ്റെയും റിയർ വീലിൻ്റെയും ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അത് കാരണം തന്നെ അവിടെ ഒരു ട്രാക്റ്റീവ് ഫോഴ്സിൽ ലോസ് ഉണ്ടാകും. അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്ന ഈ ട്രാക്റ്റീവ് ഫോഴ്സിലെ ലോസിനെയാണ് നമ്മൾ കർവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അതിൻ്റെ വാല്യൂ ആണ് T - T cos ആൽഫ. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളായപ്പോൾ നമ്മുടെ മൊഡ്യൂൾ 2 കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് പ്ലീസ് ഫീൽ ഫ്രീ ടു ആസ്ക്. താങ്ക് യു.